നോമിനേഷൻ ചെയ്യാൻ വന്നതിൽ ഏറ്റവും കൂടുതൽ അടിപിടി നടന്നത് ഇവരുടെ നോമിനേഷൻ ആയിരുന്നു. അപ്സരയും ഋഷി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ല് തന്നെ ആയിരുന്നു എന്ന് പറയാം. ആരും വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല. രണ്ടുപേരും നോമിനേറ്റഡ് ആവുകയും ചെയ്തു. ബിഗ് ബോസ് ലാസ്റ്റ് നിർത്തുന്നു പറഞ്ഞിട്ട് പോലും വീണ്ടും പറഞ്ഞുകൊണ്ടേ ഇരിക്കുവായിരുന്നു. ബിഗ് ബോസ് 2-3 പ്രാവശ്യം നിർത്തുന്നു പറയുന്നുണ്ടായിരുന്നു. ഋഷി അപ്സരനെ പറ്റി അപ്സര സെൽഫിഷ് ആണെന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെ മുഖംമൂടി ഇട്ടാണ് അപ്സര നിൽക്കുന്നതെന്ന് പറഞ്ഞു. ജയിൽ നോമിനേഷൻ നീ എന്തിനാണ് എന്നെ വിട്ടത്, നേരിട്ട് പറയാനുള്ളത് എന്നോട് പറയാൻ പാടില്ലായിരുന്നു, നീ മാറിയിരുന്നു പറഞ്ഞത് എന്തിനാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഋഷി. നീ 15 വഞ്ചിയിൽ കാല് വെക്കണ ആളാണെന്ന് ജാസ്മിൻ പറഞ്ഞത് ശരിയാണെന്നൊക്കെ ഋഷി പറഞ്ഞു അപ്സരയോട്. ഭയങ്കരമായിട്ട് അഭിനയിച്ചല്ലേ നീ നിൽക്കണം, നിനക്ക് അങ്ങനെ നിൽക്കാൻ അറിയുള്ളൂ, നിന്നെ പോലുള്ളവരോട് പുറത്തു പോയാലും ഞാൻ കൂട്ടുകൂടില്ലെന്നും ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ ഒന്നും അറിയില്ലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഋഷി അപ്സരയോട്. ഋഷിയായിട്ട് പറയുന്നുണ്ടായിരുന്നു നിന്നെ സപ്പോർട്ട് ചെയ്യുന്നവരോടടുത്ത് മാത്രമാണ് നിനക്ക് കൂറുള്ളൂ, അല്ലാത്തവരോടൊക്കെ നീ പ്രതികാരമാണ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പൊ അപ്സര പറഞ്ഞു അത് നിന്റെ സ്വഭാവമാണ്, അത് എന്റെ സ്വഭാവമല്ല, കൂട്ടായിട്ടിരുന്നപ്പോ തന്നെ നിന്റെ തെറ്റ് ഞാൻ 2ാമത്തെ ആഴ്ച പറഞ്ഞതിനാണ് നീ പിന്നെ എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതെന്നൊക്കെ അപ്സര പറഞ്ഞു. ഈ ഗെയിമിന്റെ വില എന്താണെന്ന് ഒന്നും തന്നെ അറിയില്ലെന്നൊക്കെ ഋഷിയോട് അപ്സര പറയുന്നുണ്ടായിരുന്നു. നിനക്ക് നിൽക്കാൻ ഭയമാണോ എന്നൊക്കെ അപ്സര ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഞാൻ നിൽക്കാം എന്നൊക്കെ അപ്പൊ പറയുന്നുണ്ടായിരുന്നു ഋഷി. അപ്സരയ്ക്ക് വേണ്ടി ഞാൻ നിൽക്കാൻ തയ്യാറല്ലെന്നും അൻസിബയായിരുന്നു ഞാൻ നിന്നേനെന്നും, നിന്നെ പോലെ സെൽഫിഷ് അല്ല അൻസിബ എന്നും, അത് മാത്രമല്ല നീ 15 പേര് ഇവിടെ സോപ്പിട്ടല്ലേ നിൽക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഋഷി അപ്സരയോട്. ബാക്ക് സ്റ്റാപ്പ് ചെയ്യുന്ന ആളാണെന്നൊക്കെ അപ്സരയും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ വഴക്ക് നടന്നുകൊണ്ടേയിരുന്നു. ലാസ്റ്റ് ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും ഇവർ നിർത്തുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും നോമിനേറ്റഡ് ആയിട്ടുണ്ട്.